അത് തീരുമാനിക്കേണ്ടതും കോടതി തീരുമാനിച്ചിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ആരുടെ കയ്യിലാണോ മകളിരിക്കുന്നത് അവർ തന്നെ തീരുമാനിക്കണം. അല്ലെങ്കിൽ പ്രേക്ഷകർ താങ്കളൊപ്പം നിൽക്കുമ്പോൾ അതറിഞ്ഞെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിലും മകൾ വരേണ്ട സമയത്ത് വരട്ടെ. ഇതേ നമുക്ക് പറയാൻ പറ്റും. ഇല്ല സാർ, ഒരു 10 പേര് ചോദിക്കട്ടെ, മനസാക്ഷിയുള്ള എത്ര കുടുംബമുണ്ട്. കാരണം ഇപ്പം இந்த ஒரே ஒரு ചോദ്യം, ஏம்மா சொந்த அச்சனை காணிக்க மாட்டேங்கிற, இதில் எந்த சந்தோஷமா நீ இருந்த ചോദിക്കാമല്ലേ. ഇനി കാണുന്ന ആട് വീട്ടിൽ ഇരിക്കുന്നത്, நான் ஒன்றும் உங்ககிட்ட காசு பணம் ചോദിക്കലേ, உங்கள் வீடு நான் ചോദിക്കലേ, സ്വർണം ചോദിക്കലേ, ஒரு அந்தஸ்து நான் ചോദിക്കലേ, சும்மா ന്യായം കേൾക്കലാമേ. അടുത്തവരുടെ പ്രശ്നത്തിൽ നാം പോയിട്ട് ന്യായം എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ സ്വന്തം ஏன் காணிக்க மாட்டேங்கிறேன் கேட்கலாமே. ஒரு மகளுக்கு ஒரு அப்பந்தான், அது பாலா தான். சும்மா 4 பேரை கொண்டு வந்துட்டுலாம் பேர் சொல்லக்கூடாது. ஒரு மகளை காணான் வேண்டி ஒரு ஆள் கரையணும், ஒரு ஆள் മനസ്സങ്കടത്തിൽ ഇരിക്കും, ഒരു ആൾ വെപ്രാളപ്പെടണുണ്ട്, ഒരു ആൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഒന്നും നടക്കണില്ല. പിന്നെ അയാളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ മനസ്സിലെ കള്ളത്തനമുണ്ട്, ചുമ്മാ കമൻസ് അടിக்கலாம். இது ஓன் லைஃப்பில் நடக்கணும். நின்ற அச்சனம்மாவை நீ மாறி சார், சிம்பிளாக ஒரே ஒரு கேள்வி. എൻ്റെ അച്ഛൻ മരിച്ചു പോയി. ഈ സങ്കടത്തിൽ ഞങ്ങൾ വലിയ കുടുംബമാണ്, അറിയാം. എൻ്റെ ചേട്ടനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എൻ്റെ സിസ്റ്റർ 20 കൺട്രിയോடைய ഡിറക്ടർ. എൻ്റെ അമ്മ 73 വയസ്സ്. என் குடும்பம் தகர்ந்து போகாதா? എന്നെ വിട്ടുருங்க, എന്നെ വിട്ടേക്ക്. അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല എൻ്റെ മോളെ കാണണമെന്ന്. അപ്പം ഞങ്ങളുടെ കുടുംബം എല്ലാം വേസ്റ്റാ, ഞങ്ങളെല്ലാം കുപ്പത്തൊട്ടിയാ? உங்களை விஸ்வசில்ல இந்த மலையாள பூமியில் நான் ஜீவிக்கிறது. அப்போ நாங்கள்லாம் குப்பைத்தொட்டியா, வேஸ்டா நாங்கள்லாம்? ഇപ്പോഴും ഞങ്ങൾ ഫോണിൽ ഇരുന്നിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ പോയാൽ എൻ്റെ സങ്കടം അവരെ അഫക്റ്റ് ചെയ്യുമെന്നിട്ട് ഞാൻ മാറി നിൽക്കുകയാണ്. ദൂരെ ഇരുന്ന് ഫോണിൽ ഇരുന്നിട്ട് ഭയങ്കര സന്തോഷமாக പാട്ടൊക്കെ പാടി അഭിനയിക്കുക ജീവിതത്തിൽ. ഞാൻ അവരുടെ സന്തോഷத்துக்கு വേണ്ടി അവരും അഭിനയിക്കുന്നു. நாங்கள் யாருமே அந்த ஜீவன் மேலே ஸ்நேகம் வச்சுட்டே இல்லையா? ഞങ്ങൾക്ക് കുടുംബം இல்லையா? ഞങ്ങൾക്ക് തറവാട് இல்லையா? ഞങ്ങൾ എല്ലാവരും കുപ്പത്തൊട്ടിയാ? நான் சொல்கிற ചോദ്യങ്ങളിൽ, ഞാൻ പറയുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും തെറ്റാണെങ്കിൽ നേരിട്ട് പറയാം. തീർച്ചയായിട്ടും. അല്ല, ബാല പറയുന്ന കാര്യങ്ങൾ ന്യായം തന്നെ. ഒരു അന്യായവും ബാല പറയുന്നില്ല. ബാലയുടെ അവകാശമാണ് മകൾ എന്ന് പറഞ്ഞാൽ കാണാനുള്ള അവകാശമേ ചോദിച്ചിട്ടുള്ളൂ. അത് കോടതിയുടെ വിധിയുമുണ്ട്. അത് കാണിച്ചില്ലെങ്കിൽ ക്രൂരത തന്നെയാണ്. ഞാൻ വേറെ ആരെങ്കിലും ഒരു പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കും ഫാമിലിയിൽ? ഇല്ല ഇല്ല, ഒരിക്കലും. ഒരു അരങ്ങത്ത് ഒരാൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഇന്ന പേര് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തോട്ടെ. പേരുകൾ പറയാതെ പോകുന്നതല്ലേ ബുദ്ധി. നമ്മൾ ഇല്ല, മോശമായിട്ടല്ലോ പറയാം. അല്ല, എങ്കിലും പേരുകൾ പറയാതെ ഇന്നേ വരെ അഭിരാമി സുരേഷിനെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്? ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല. അവസാനം ഞങ്ങൾ ഞാൻ ലാസ്റ്റ് അഭിരാമിയെ ഈ വീടിൻ്റെ വാതിക്കൽ കണ്ണാവാടാന്ന് നേരെ വന്നു, ചേട്ടാ കട്ടിപ്പിടിച്ച്. എനിക്ക് ഇപ്പോഴും അവൻ അനിയത്തി കുട്ടി தான். അവൻ നെറ്റിൽ ഉമ്മ മേടിച്ച് நல்லா இருக்குന്നുണ്ടാണ്. അവൾ എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ വളരെ ക്ലിയറാக இருந்தா, எனக்கு மேரேஜ் ஜீவிதம் வேண்டாம் ചേട്ടാ, நான் பிஸ்னஸ் பண்ணி நான் நல்லா இருக்கான்னு. அவள் ക്ലിയറാக இருக்கா. பட் அவள் ഇപ്പോൾ എന്നെക്കുറിച്ച് എന്തോ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ ജീവിച്ചു പോട്ടെ. ഓക്കെ, ജീവിച്ചു പോ. ഞാനും ജീവിച്ചു പോട്ടെ. ഞാൻ ജീവിച്ചു പോട്ടെ. നിയമം നിങ്ങൾ പാലിക്ക്, ഞാനും പാലിക്കാം. നിയമം പാലിക്കാം. ഉനക്കും സന്തോഷം, എനക്കും സന്തോഷം. നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കാം. ஏன் ஒருத்தரை மட்டும் ஹர்ட் பண்ணிக்கிட்டே இருக்கேன்? அதில் ஒரே ஒரு பாயிண்ட் மட்டும் எனக்கு മനസ്സിലായില്ല. അത് ഞാൻ തെളിയിച്ച് പറയും, ചിലപ്പോൾ അറിവില്ലാമയായിരിക്കും. ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ട്, അതും ഒരു പെൺകുട്ടി. ഞങ്ങൾക്കില്ല. അവന്തിക പാപ്പു ബേബിங்கிறது എനിക്കും അമൃതാക്കും ഉള്ള കുട്ടി, അല്ലാണ്ട് അവരുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയല്ലത്. അതിന് അവകാശം എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനൊക്കെ പോലും ഇല്ല. ഫസ്റ്റ് അവകാശം പെറ്റെടുത്തവനുക്കാ, ഗ്രഹനാഥനുക്കും അമ്മയ്ക്കാ ഉള്ളത്. ഞങ്ങളോട് എൻ്റെ കുട്ടി നീ പറയുകയാണെങ്കിൽ നീ വിവാഹം കഴിച്ച് കുട്ടി ഉണ്ടാക്കണം. അതേപോലെ അവരുടെ അമ്മ എടുത്ത് പറയാം. അവരുടെ അമ്മയുടെ കുട്ടികളാണ് അമൃതാവും അഭിരാമിയും. എൻ്റെ അവകാശമാണ് അവർക്കുള്ളത്. എൻ്റെ മകളുടെ അവകാശം അമൃതാക്കും എനിക്കാ ഉള്ളത്. ഇതാ ലോക നിയമം. ഞങ്ങൾക്ക് ഒരു കുട്ടീന്ന് പറയരുത്. എൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ അടച്ചു വെച്ചിട്ട് അപ്പനെ കാണിക്കാതെ ഞങ്ങൾക്കൊരു കുട്ടീന്ന് പറയുന്നത് ന്യായമല്ല.